വന്നു സാർ ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് നല്ലതാണ് ഹെൽമെറ്റ് എക്സ്ട്രാ കൊണ്ട് നടക്കുന്നു ഒരാളെ സഹായിക്കാം അല്ലെങ്കിൽ കുറേ കാര്യം ആളെ സഹായിക്കാം ഓക്കെ വെൽ ഡൺ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സാർ ഈ ഹാൻഡിൽ ഈ ഹെൽമെറ്റ് സൂക്ഷിക്കുന്നത് ഈ ഹെൽമെറ്റ് പ്രോപ്പർ അല്ല അത് വേറെ കാര്യം ISI മുദ്രയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് നല്ല വില അത്യാവശ്യം നല്ല വില 10,000 ഏറ്റവും കുറഞ്ഞ 3,000 രൂപ കൊടുത്താൽ നല്ല ഹെൽമെറ്റ് കിട്ടും ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കിടും സാറിന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ സാർ വേഗത്തിൽ ഒന്ന് പോകേണ്ടി വരും ഏതെങ്കിലും ഒരു വളവിൽ സാർ പെട്ടെന്ന് ഈ ഹാൻഡിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡിലിന്റെ ഇടയിലേക്ക് സാർ ഈ സാധനം ഇതിങ്ങനെ വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ സാർ ശ്രദ്ധിക്കുക ഞാൻ കാണിച്ചു തരാൻ സംഭവിക്കുന്നത് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തിരിയില്ല എനിക്ക് തിരിയാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു വളവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു വാഹനം വേഗം വരുന്നത് കണ്ടിട്ടായിരിക്കും സാർ തിരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തിരിഞ്ഞില്ല ആണെങ്കിൽ ആ അവസ്ഥ സാർ ആലോചിക്കും അവിടെ സംഭവിക്കും സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തത് ഞാൻ വീണ്ടും ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ അതായത് ഇവിടെ നമ്മുടെ പിതൃക്കന്മാരൊക്കെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൈ കൊടുക്കേണ്ടത് തന്നെ പക്ഷേ താങ്കൾ ഇപ്പോൾ ചെയ്ത കാര്യമില്ലേ അത് നാളെ ഫൈൻ ഈടാക്കുമ്പോൾ താങ്കൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാനും MVD ക്വസ്റ്റ്യൻ ചെയ്താതിരിക്കാനും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഫൈൻ ഈടാക്കാനായിട്ട് പുതിയ മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അതായത് ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങളുള്ളത് ജനങ്ങൾ നിയമം അനുസരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ജനങ്ങൾ നിയമം അനുസരിക്കാത്ത ആൾക്കാർക്ക് ഫൈൻ ഏർപ്പാടാക്കേണ്ടതും അത്യാവശ്യമാണ് അതിനേക്കാളും പ്രായോഗികമായിട്ടുള്ള നടപടികളുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഗവൺമെൻറ് നിർബന്ധിതരാവണം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതും ഒരു വളവാണ് അപ്പോൾ ആ വളവിൽ ഒരാളുടെ കാല് ഉള്ളിലേക്ക് പോവാവുന്ന അത്രയ്ക്കും വലിയൊരു കുഴി തൃശ്ശൂർ റൗണ്ടിൽ അതായത് തൃശ്ശൂർ സെൻറ്ററിൽ തൃശ്ശൂർ സിറ്റിയിൽ ഉണ്ട് അപ്പോൾ ആ വളവിൻ്റെ അവിടെ പെട്ടെന്ന് സ്കിഡായിട്ട് ഒരാളുടെ കാലുള്ളിൽ പോവുക അതേപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് തല അടിക്കുമ്പോൾ അവരുടെ ഈ സ്പൈനൽ ഒടിയുക അല്ലെങ്കിൽ കുഴിയിൽ വീണ സമയത്ത് അവൻ്റെ സ്പൈനലിന് പരിക്ക് പറ്റുക അവനൊരു കോമ സ്റ്റേജിലേക്ക് പോവുക അല്ലെങ്കിൽ ആ കുഴിയിൽ വീണ സമയത്ത് കാറിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ എന്താ പറയുക ഗർഭം അലസുന്ന രീതിയിൽ അബോഷനാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് അപ്പോൾ വികലാംഗരായിട്ടുള്ള ആൾക്കാർ ഈ വഴിയിലൂടെ പോകുമ്പോൾ ആ കുഴിയിൽ വീഴുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ പ്രശ്നം അതായത് ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷാ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ വികസിപ്പിച്ചെടുത്തുള്ള വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾ കൂടി തയ്യാറാവണം അല്ലാത്തോടത്തോളം ഇവിടെ ഉത്തരവാദിത്തപരമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ആ കുഴി ഒരാളുടെ കാല് മുഴുവനായിട്ടും ഉള്ളിൽ പോകാവുന്ന രീതിയിലുള്ള ആ കുഴി എന്ന് പറഞ്ഞുകൊണ്ട്